അഭിനേതാവും പ്രേക്ഷകരും തമ്മിൽ ബിരിയാണി ചേർന്ന സംവാദം. ഞങ്ങൾ നാടകം ആരംഭിക്കുന്നു. നാടകരചനാ സംവിധാനം റഫീഖ് മംഗലശ്ശേരി. ഗാനങ്ങൾ കരിവള്ളൂർ മുരളി, എം സജീന്ദ്രൻ. പാടിയത് സുരേഷ് പുല്ലാട്ട്. ഞങ്ങൾ ആരംഭിക്കുന്നു നാടകം ബിരിയാണി ചെമ്പ്. കല്യാണം വന്ന പിന്നെ ബിരിയാണി കണ്ട പിന്നെ സമുദായ പാർട്ടിക്കെന്ത് ദീന്, ഇവർ വോട്ടിനു വേണ്ടിയാണ് ദീന്. കല്യാണം വന്ന പിന്നെ ബിരിയാണി കണ്ട പിന്നെ സമുദായ പാർട്ടിക്കെന്ത് ദീന്, ഇവർ വോട്ടിനു വേണ്ടിയാണ് ദീന്. ചൂടേറും ചർച്ച വന്ന് മുത്തലാക്കിൻ ബില്ലിന്മേൽ പാർലമെന്റിൽ പോകാതെ ചെന്ന് നല്ല ചൂടുള്ള ബിരിയാണിയും തിന്ന്. ചൂടേറും ചർച്ച വന്ന് മുത്തലാക്കിൻ ബില്ലിന്മേൽ പാർലമെന്റിൽ പോകാതെ ചെന്ന് നല്ല ചൂടുള്ള ബിരിയാണിയും തിന്ന്. കല്യാണം വന്ന പിന്നെ ബിരിയാണി കണ്ട പിന്നെ സമുദായ പാർട്ടിക്കെന്ത് ദീന്, ഇവർ വോട്ടിനു വേണ്ടിയാണ് ദീന്. പുതിയ പിളയെ പോലെ തേടി വരാനിട്ടാണോ പാർലമെന്റിൽ പോകാതെ നിന്ന്. ഈ ചെറുക്കന്മാരൊരു കാര്യം, എപ്പോഴെങ്കിലും ബിരിയാണി ചെമ്പ് വെച്ചാൽ മതി, അപ്പൊ ഈ പാട്ടും പാടി ഒപ്പന കളിക്കാൻ. അല്ലെങ്കിലും ചെറുക്കന്മാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ സാഹിബ് അമ്മാതിരി പണിയൊക്കെ ചെയ്തത് ആണ്. ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്ത് ആ ദീന് സംരക്ഷിക്കാനും ഒക്കെ പറഞ്ഞ് ഡൽഹിയിൽ പോയിട്ട് മൂപ്പര പണി ചെയ്ത് എന്താ ചെയ്തത്? നിങ്ങളെ കുട്ടീന്റെ കല്യാണം 26-ാം തീയതി പറഞ്ഞത് അല്ലെ? 23-ാം തീയതി ഇമാര് പരിപാടി കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് സൂപ്പർ ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം. പക്ഷേങ്കില് ഈ ചെക്കന്മാരെ വിളിച്ചിട്ടാ ഓരോ പാട്ട് പാടിക്കാളും. ഏത് കല്യാണം വന്നാ പിന്നെ ബിരിയാണി കണ്ടാ പിന്നെ സമുദായ പാർട്ടിക്കെന്ത് ദീന്, സമുദായ പാർട്ടിക്കെന്ത് ദീന്. ഈ ഒറ്റപ്പെടെ കേട്ട് പരിചയണ്ടല്ല. സാഹിബ് നിങ്ങൾ ഇതിന്റെ തന്നെ നമ്മളെ മൂന്നാലിന്റെ അവിടെ ഇന്നലെ വെച്ച ബിരിയാണി ചെമ്പത് കയറി കൂടിയതാ. ഇതുവരെ ഇറങ്ങി പോയിട്ടുണ്ട് മുമ്പ്. നമുക്ക് ബിരിയാണി ചെമ്പ് കൂട്ടിട്ട് രോഗം വെച്ചിട്ട് പോയാ മക്കളാക്കി പാടുന്നത്. കല്യാണം വന്ന പിന്നെ ബിരിയാണി കണ്ട പിന്നെ സമുദായ പാർട്ടിക്കെന്ത് ദീന്, ഇവർ വോട്ടിനു വേണ്ടിയാണ്. മക്കളാക്കി കൊടുത്തു. എന്നോട് വേറെ കാര്യം പറയാൻ, ഇന്നലെ വെച്ചാ ബിരിയാണി സൂപ്പറായി സംശയം. കുഴപ്പമില്ല, എനിക്ക് വേറെ ടെക്നിക്ക് നമ്മൾ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതിന് മുന്നേ ഇത്തിരി ആർക്കേക്ക് ഇട്ടിരിക്കുന്നതിന് കുറഞ്ഞാലാ എന്റെ പൊന്നാനെ പോയാ അതിന് തട്ടിത്തലോടി വരുന്ന കാറ്റിന് മണട്ടല്ലോ. മണ്ടറക്കട അനക്കൊന്ന് ലീവ് ഇട്ട പല്ല് നോട്ടിക്കുറു എന്നിട്ട് നാട്ടാന്റെ തൊള്ളേറ്റ് ഇപ്പൊ നമ്മക്ക് നാറ്റം മൂപ്പർ ഈ സമുദായത്തിനുണ്ടാക്കിയത്ര നാറ്റം നമ്മൾ തൊള്ളക്കിട്ടത്. പോയാ വാസനാക്കരുത്. കല്യാണം വന്നാ പിന്നെ ബിരിയാണി കണ്ടാ പിന്നെ സമുദായം. ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വന്നിട്ട് ഇവിടെ ഒപ്പന കളിച്ച് കുത്തിരിക്കാൻ കഴിയും. ഒപ്പന കളിച്ചാൽ ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചിക്കണേ. ഒപ്പനുണ്ട്. പിന്നെന്താ കേട്ടോ, ഒപ്പനുണ്ട്, മോൻകനുണ്ട്,
അറവനമുട്ടുണ്ട്. പെരുങ്കല്യാണാണ്, പെരുങ്കല്യാണം. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന കല്യാണമൊക്കെ നമ്മളത് ആചാരങ്ങൾ 10,000 20,000 ആൾക്കാരെ വിളിച്ചോളിന്ന്. അവരുടെ ബിരിയാണിയൊക്കെ ഈ ചെമ്പിന് വേറും. ആചാരൻ പോയത് ഈ ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം പോലെയാണ്. അതില് ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, സിഖുകളുണ്ടാവും, പാഴ്സിക്കാരുണ്ടാവും. ഈ ചെമ്പില് പച്ചക്കറി ബിരിയാണി മാണ്ടവർക്ക് പച്ചക്കറി ബിരിയാണി, കോഴി ബിരിയാണി മാണ്ടവർക്ക് കോഴി ബിരിയാണി, ആട് ബിരിയാണി മാണ്ടവർക്ക് ആട് ബിരിയാണി, പോത്ത് ബിരിയാണി മാണ്ടവർക്ക് പോത്ത് ബിരിയാണി ഒക്കെ ഉണ്ടാവും. ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കണ്ടെന്ന് മാത്രം. പിന്നെ ആചാര്യ ചെമ്പ് എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളെ കോയന്റെ ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞാല് ഇന്ത്യ മഹാരാജ്യം പോലെയാണ്. കോയ നമ്മളെ കല്യാണത്തിന് ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അറിയാം? ആരൊക്കെ ഉണ്ട് കേട്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ സംസ്ഥാന നേതാക്കൾ തുടങ്ങി ഡൽഹിയിൽ പ്രധാനമന്ത്രി വരെ പങ്കെടുക്കുന്നുണ്ട്. ആചാരം പ്രധാനമന്ത്രി വരുന്നുണ്ടോ? അതെന്താ പോയ പ്രധാന കല്യാണത്തിന് എന്താ പ്രധാനമന്ത്രി പങ്കെടുക്കൂടെ? പ്രധാനമന്ത്രി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോത്ത് ബിരിയാണി കൊടുക്കൂല. അതെന്താ പോയ എന്താ ഈ എന്താ ഈ കൂടിയ ആൾക്കാർക്ക് മുഴുവൻ അറിയാം. അല്ല അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് നമ്മളാ എംപിനെ വിളിച്ചാലോ? നമ്മളാ സാഹിബിനെ വിളിച്ചാലോ? അല്ല നിങ്ങൾ എന്നോട് സലാം പറഞ്ഞോ? ഇന്റെ കോയത്തിനോട് സലാം പറഞ്ഞോ? തരാൻ പറയണത് അല്ല നിങ്ങൾ ഈ ചെമ്പിന്റെ ഉള്ളിൽ കുത്തിരിക്കേനി ആചാര്യ മൂപ്പര് മൂസാജിന്റെ അവിടെ ബിരിയാണി വെച്ചപ്പോ ഈ ചെമ്പിന് കയറി കൂടിയതാ. ഇതുവരെ ഇറങ്ങി പോയിട്ടില്ല. ഈ ചെമ്പ് വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ തോന്നില്ലാന്ന്. അത് നമുക്കറിയാം. ഈ ബിരിയാണി ചെമ്പ് കുട്ടിട്ടുള്ള പരിപാടി സാഹിബിനില്ലാന്ന്. പിന്നെ ആ മുത്തലാഖിന്റെ നേതാക്കള് ഈ ബിരിയാണി ചെമ്പിനുള്ളിലെ ആ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങളേത് അടുപ്പ് പോയി കുത്തിരിക്കാൻ എന്തിനാ മനോർപ്പത്? നമ്മളെ തെറ്റിദ്ധരിച്ചില്ലേ? ഇങ്ങനറിയ സത്യാവസ്ഥ നമ്മൾ എത്ര പോലെ കച്ചി കാട്ടി നിർത്തണ്ടേ? എന്ത് നിർത്തണ്ടേ? വിമാനമായി സാഹിബ് നിങ്ങൾ ഈ ബിരിയാണി ചെമ്പിന്റെ ഉള്ളുന്ന വിമാനത്തിന് കെട്ടിയാട്ടിന്നെ അന്നോട് പറഞ്ഞ പഠിച്ചിട്ടാ മതി. വന്ന് ചട്ടയെ കിടക്കണ്ട. ഇങ്ങോട്ട് വരും ഓ മറ്റാരാ എന്തിനാണ് ഈ മുത്തലാഖിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ പ്രശ്നിപ്പിക്കുന്നത്? നിങ്ങൾ ആ ഉമ്മർക്ക് ചെല്ലുന്നത് അവിടെ ബിരിയാണി വരുന്ന നേരല്ലേ? ഇവിടെ അടുക്കളയിൽ ഈ ബിരിയാണി ചെമ്പിന്റെ ബിരിയാണി കാര്യം ഈ സാഹിബ് അത് നമ്മക്കറിയാം. ബിരിയാണി ചെമ്പിന്റെ കാര്യം സാഹിബ് നമ്മളൊരു കാര്യം നമുക്ക് ധൈര്യം വിളിക്കും. പോയാ എന്താ പറയും. അല്ല ഈ ബിരിയാണി ചെമ്പിന്റെ കാര്യം കേൾപ്പിച്ചതല്ലേ? ഇത് മര്യാദക്ക് നോക്കിക്കോ. ഓനെ കേൾപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം നേരാവണ്ണോ നടത്തിക്കണോ? ഇല്ലല്ലോ. ശരിക്കും നോക്കിക്കോ. ഓനല്ലെങ്കിൽ തന്നെ ഒരു തലയും ഭാവിയില്ല. പണത്തോനെ എത്ര പണിപട കിടക്കുന്നുണ്ടെന്ന്. ചെമ്പ് കൈകണം, അരി കൈകണം. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളൊരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് ഓളാണെങ്കിൽ വരുന്നില്ല. അല്ലോ ഓളിതെങ്ങാനും മറന്ന് തൊഴിലുറപ്പ് പദ്ധതിക്കിട്ട് പോയാ. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ നല്ല പദ്ധതിയല്ല. വേറെ കൂലിയില്ലാതെ പെണ്ണുങ്ങൾക്ക് ഒരു പണിയായി, ഒരു വരുമാനമായി. ഇത് നമ്മളെ 1ാം UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാ.
അത് നമ്മളുണ്ടായിരുന്നു. അന്ന് ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നോ? എന്റെ സാഹിബേ, നമ്മളുണ്ടായി. അന്ന് കേരളത്തിൽ 20 ആൾക്കാർ ഡൽഹിക്ക് പോയപ്പോ അതിലാകെ ഒരേ ഒരു പേരുള്ളൂ. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാലേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പദ്ധതിയാ. അത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു നടപ്പാക്കിച്ചത്. അല്ല പിന്നെ നിങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ട് എന്താ തെറ്റാ? ഹലോ വനമാല. അനസ്തതി കല്യാണിയാ ഈ വന്നാത്തന്നെ പഴയൊക്കെ നിർത്താറാവൂ. ഒറ്റ കേട്ടാ മതി. നിങ്ങൾ പിന്നെ മാറിക്കുന്നു. അല്ല കല്യാണി, അന്നോട് ഞാൻ മുഴുത്തും പറഞ്ഞല്ലെന്ന്. ആചാര കല്യാണാണ്, വലിയ കല്യാണാണ് നേരത്തെ പറഞ്ഞത്. ചെന്ന് പോയി നിൽക്കുന്നു. പെട്ടെന്ന് ശരിയായ അത് ഓള് പറഞ്ഞ ശരിയാ. കഴിഞ്ഞ ഗവൺമെന്റ് 600 ഉറുപ്പ്യുണ്ടായിട്ടുണ്ട്. അത് തന്നെ കുടിശ്ശിക. ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നപ്പോ അത് 1000 ആക്കി, 1200 ആക്കി. അത് സമയാസമയങ്ങളിൽ, അതായത് ഓണത്തിന്, പെരുന്നാളിനൊക്കെ ഓരോ കച്ചിലെത്തിച്ച് കൊടുക്കല്ലേ. അല്ല പിന്നെ എത്തിനത് പോയേ? കല്യാണി അന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ്. ഇത് 4-4.5 കൊല്ലായില്ലേ ആ കോർപ്പറേറ്റ് ബാങ്കിൽ കയറി ഇറങ്ങുന്നേ. അനക്ക് കിട്ടൂല കല്യാണി. അത് തള്ളല്ലേ, 1.5 തള്ളുന്ന്. അത് നമ്മൾ രാഹുൽജി പറഞ്ഞേ കിട്ടും. പിന്നെ ഒരു വാക്ക് പറഞ്ഞാ പറഞ്ഞ അവരൊരു വാക്ക് പറഞ്ഞ വാക്ക അത് കിട്ടിയിരിക്കും. വേറൊരു കാര്യം പറഞ്ഞു നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങളോട് നിങ്ങൾ ആൾക്കാരോടും ഈ പച്ചക്കുപ്പായും പച്ചക്കൊടിയായിട്ട് വയനാട്ടിൽ ചെല്ലണ്ട. ആ കുട്ടി അങ്ങനെയൊന്നും പറയില്ല. എന്നോട് എന്റെ പാർട്ടിക്കാരോടും പച്ചക്കൊടി പച്ചക്കുപ്പായിട്ട് വയനാട്ടിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടെങ്കിൽ അതിങ്ങനെ പാടി നടക്കണ്ട. പതുക്കെ പറഞ്ഞ ഓടി കേൾക്കണ്ട മോശ. ഞാൻ ഉറക്കം പറയണ്ടെങ്കിൽ നിങ്ങളെ ബിരിയാണി കമ്പനി മാറി. അല്ല കല്യാണി, ഈ 72,000 കിട്ടുന്ന വിചാരിച്ച് വെള്ളർക്ക് നിൽക്കണ്ട. വിചാരിച്ചെന്ന് തേങ്ങ ചാർച്ച നാളെ രാവിലെ ആചാരോട് കൂലി വാങ്ങാം. അല്ല പിന്നെ എറണാകുളം ഞങ്ങളവിടെ ശരിയാക്കും. പാട്ടിപ്പ പാട്ടും പാടി നടക്കുക. പാമ്പുകൾക്ക് മാടമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പാട്ടും പാടി അങ്ങനെ നടക്കുക. സുധാകരൻ വടകര. വടകര ഒരു കൊടുക്കൂല. ഓ വടക്കാഞ്ചേരി മറന്നിട്ടണോന്നൊരു സംശയം. പകലൊരു ഗ്രൂപ്പ്, രാത്രി വേറൊരു ഗ്രൂപ്പ്. ഓനതാ വയനാട് എങ്ങനെ സീറ്റ് കൊടുക്കണേ? അവിടെ രാഹുലിനെ കൊണ്ടൊന്ന് ഒതുക്കിയില്ലേ? ഓനേതാ മുതല്? ഓന്ത്. സുധാകര, നിങ്ങൾ ഗ്രൂപ്പ് കളിച്ച് പ്രൊട്ടക്റ്റുള്ള ഒരു സാധനം സപ്പോർട്ടർ നിൽക്കണ എന്ത് കുറ്റിച്ചൂല്. അത് ഞങ്ങളെ യുവ രക്തമാണ്. ഏത് മുറ്റടിക്കുന്ന കുറ്റിച്ചൂല? രാഹുൽ ആരാ നിങ്ങൾ വിചാരം? ആരാ രാഹുൽജി ആരാന്ന് ചരിത്രം പഠിച്ചോ? രാഹുൽജി എന്നാൽ ഗാന്ധിജിയുടെ വേറെ കുട്ടിയാകുന്നു. ഏത് ഗാന്ധിന്റെ? മഹാത്മാഗാന്ധിജിന്റെ. ഇത് ബിരിയാണി ഇറക്കാൻ മാത്രം കേട്ട പറ്റിയ. അപ്പൊ ഈ രാഹുൽജി ഗാന്ധിജിന്റെ പേരക്കുട്ടി അല്ലേ? കല്യാണ ചിന്തോടല്ലേ ചോദിക്കുന്നത്? രാവിലെ തന്നെ ഇറങ്ങിക്കോളും കഥ കുപ്പായിട്ടിട്ട് നേതാക്കന്മാരെ പറ്റിയുള്ള ഭാര്യ പോണ മലയാളം.
ഇവിടെ നിങ്ങൾ നമ്മുടെ അപ്പാച്ചന് ഗാന്ധിജിക്ക് അത് മതി. രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി അഹോരാത്രം പോരാടിയ ഒരു കുടുംബ പരമ്പരയിലെ അംഗമാണ് രാഹുലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ സുധാകര നീ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് നീ ചക്ക നടത്തേരെ സുധാകര ഓന്റെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ഓന്റെ മുത്തച്ഛൻ ഇന്ദിരാഗാന്ധി ഓന്റെ അച്ഛൻ രാജീവ് ഗാന്ധി ഇവരൊക്കെ പാടെ 10-45 കൊല്ലം ഭരിച്ചിട്ട് ഇച്ച് പറഞ്ഞ ഈ സാധനം മാറി ഏത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ഒരക്കമ്മലെ ഭർത്താനം പറഞ്ഞിട്ട് പരിചയ കോയന്റെ ചട്ടത്തിന് ചോദിക്കാം. എന്താണ് ഏത് ഇന്ത്യന്റെ അടുത്ത് നിന്നാളാ ഈ മാറിനെ കണ്ടിട്ട് കാര്യം ആചാരെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല പക്ഷേങ്കില് എനിക്കൊരു രാഷ്ട്രീയം ആദ്യം വന്ന കാലത്ത് ഞങ്ങൾ ദേശം വേണ്ടി കാണിക്കണം മതേതരത്വം അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി കോംപ്രമൈസില്ല. മതേതരത്വം എന്റെ ആചാര്യ 955 അയോധ്യയിലെ തർക്കസ്ഥലത്ത് ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത് ആരാ? ഈ രാഹുൽജിന്റെ അച്ഛൻ രാജീവ് ഗാന്ധിയാ അല്ലെ? 92 ബാബറിയെ വെച്ചിട്ട് കൊടുത്ത പ്രധാനമന്ത്രി കോൺഗ്രസ് നരസിംഹറാവു. മറ്റേ കർത്തവര് ബാബരി മസ്ജിദ് പൊച്ചുകൊണ്ടിരിക്കുമ്പോ മൂപ്പര് പൂജാമുറിയിൽ കൊട്ടമണി കിടക്കിക്കൊണ്ടിരിക്കുന്നു. കൊട്ടമണി കിടക്ക എന്നിട്ട് അതേതരത്തും ഇത് സംഭവിച്ചത് 1992 ഇന്ന് അതിന് നമ്മൾ സംഭവിക്കാൻ പോകുന്നു. അടുത്തേക്ക് വരും ഇങ്ങോട്ട് അടുത്തേക്ക് വരും. നമ്മളെ ബിരിയാണി ചെമ്പ് അടി പിടിക്കാൻ പോലും ടെൻഷൻ വേണ്ട, അതിന് പരിഹാരമുണ്ട്. 2 ചെറുതരങ്ങിട്ടെടുക്കുക, അത് നന്നായിട്ടാണ് പിരിഞ്ഞിട്ട് നല്ല അയക്കാൻ കളിക്കാരാ. അപ്പൊ ബിരിയാണി ഉത്താറാം. പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ ശക്തമായ സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങളെ കൂടെ ബിരിയാണിയൊക്കെ കുടിക്കണം. അല്ല അപ്പൊ അങ്ങോട്ടായി പോകും. പട്ടാറക്കാര് അന്നൊന്നും അവിടെ ബ്രേക്ക് നോക്കി തരാ നമ്മളെങ്ങനെ ജില്ലയിൽ കൊത്തിപ്പിടിച്ച് കയറില്ലേ. ആചാര്യ ഈ മാനക്കേട് മുഴുവണ്ടാക്കിയ ആ പഹര സത്യത്തിൽ കച്ചി കാട്ടീനോ? ഇപ്പോൾ സംശയം എനിക്ക് മാത്രല്ല പിന്നെന്താ ഞമ്മക്കില്ലേ നമ്മളന്ന് കച്ചേറ്റപ്പോ നമ്മളപ്പോ മറ്റേ സാഹിബുണ്ട്. ആ സാഹിബ് പേയ്മെന്റ് സാഹിബ് മനുഷ്യന്മാരെ പറ്റി വേണ്ടാത്തോടെ തെറ്റിതാന്നാണ് ആചാരൻ നിങ്ങളുടെ മൂപ്പരെ വിടല് കേട്ടിട്ടാണ്ട് ഉമ്മത്തിന് ചെല്ലിയ ആൾക്കാർ വരുന്നുണ്ട്. പോയിക്കോളി കല്യാണേ ഞാൻ തൊള്ളക്ക് നോക്കി കുതിരിക്കാം. ഞാൻ 10 മീറ്റൊക്കെ ചേർത്തുകൊണ്ട് അവിടേക്ക് നമുക്കൊന്ന് ദമ്മോഷിക്കട്ടെ. കിട്ടിയപ്പോ മൂപ്പര് പോയി. ചങ്ങയ കേൾക്കില്ല ചങ്ങയ ചങ്ങായി
പറഞ്ഞോ പൊന്നാനിയോ ഐ പൊന്നാനിനൊന്നും കുഞ്ഞാപ്പ നിൽക്കൂല ചങ്ങായി തനക്ക് തനക്ക് തിരാന്താണ് അതൊക്കെ കഞ്ചിന്ന് പോയത് അതുകൊണ്ടല്ലേ ഒരു പാപ്പോട്ടോട് ചാടിയത് അല്ല പാപ്പോട്ട് ചാടിയപ്പോ എന്തായി കുടിച്ചതിനെ കടി കണ്ടു മാടേനെ അവളോട് ഒരു ചങ്ങ എന്താ പോലെ കാണാതെ മലപ്പോട്ട് കുണ്ടന്മാര് പറയണ എന്താ പറയുമ്പോ ഞങ്ങളുടെ ചങ്കപ്പുറമാണെന്നാണ് ആണ് അതോടിപ്പോ എന്തായി ഇപ്പൊ മലപ്പുറം പോകും പൊന്നാനിയും പോകുന്നതാണ് അതുകൊണ്ടല്ലേ കൊണ്ടോട്ടിയിലുള്ള ഹോട്ടലിൽ വെച്ച് ഞങ്ങളെ ആ സുജാപ്പികളുമായിട്ട് ചർച്ചകൾ നടത്തിയത് ആണ് ഇപ്പൊ ആ ചർച്ച എന്തായി അതും ഗുരുവാനായി ഇപ്പൊ പൊക്കൊരു സാധനങ്ങളെ എന്താ CCTV ക്യാമറ ഈ ക്യാമറ കാണുമ്പോ ഞങ്ങളെ സാഹിബിനുണ്ട് വിളിച്ച ക്യാമറന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ റിലീസ് കച്ചള നല്ലൊരു ബിരിയാണിന്റെ മണക്കുണ്ട് കച്ചള കച്ചള നമുക്ക് ഈ പോക്ക് പോവാണെങ്കിലേ ആ ചെക്കല കറഞ്ഞിട്ട് ഈ പോകുന്നത് അങ്ങനെയൊന്നും പോകരുത് സുക്കൂറേ നിങ്ങൾ അച്ഛൻ പറഞ്ഞോളി നിങ്ങളെ ആ മലപ്പുറത്ത് ഞാൻ വോട്ട് ചോദിച്ചിട്ടല്ലേ അപ്പൊ അവിടുത്തെ കുണ്ടന്മാര് പറയും അല്ല നിങ്ങൾ ആ മുത്തലാക്കുന്നത് ഏത് അടുപ്പും കലിപ്പിലാണ് ചോദിച്ചാണ് നേതാവ് നാണം പറ്റ നാണം ഈ ചെമ്പക്കുത്തിലെ നാട്ടുകാർ മുഴുവൻ കാണല്ലേ എങ്ങനെ അവരെ മലപ്പുറത്ത് വോട്ട് വെച്ച് പോകാം മുത്തലാഖിന്റെ പ്രശ്നം വന്നപ്പോ അച്ഛൻ സാഹിബ് ചെമ്പിന്റെ ഉള്ളിലാ അതിനെ കുറിച്ച് ഞാൻ അച്ഛനുണ്ടത് മുത്തലാഖിന്റെ സമയത്ത് നിങ്ങളേലുണ്ടല്ലോ 44 ഓരേ അടുപ്പും കലിവലേന്നു പറഞ്ഞോ ഏതേനു വോട്ടെ പ്രളയുണ്ടായി അന്നത്തെ നേതാവ് ജർമ്മനിയിൽ ജർമ്മനിയെ കുറിച്ച് അച്ഛനെ മുന്നിൽ പോയിട്ടോ കാര്യം പറഞ്ഞ ജർമ്മനികളി പറയും പോലെ ഈ ബിരിയാണി ചെറുപ്പം പോലെ അല്ല നമ്മളെ പൊന്നാനിയിലുള്ള ജനങ്ങള് പ്രളയം വന്നിട്ടാ വെള്ളപ്പൊക്കത്തില് നിങ്ങളെ കഞ്ചെങ്കാലെ കടിക്കുമ്പോഴും ഞങ്ങളെ നേതാവും വെള്ളത്തിലേനി അങ്ങ് ജർമ്മനിയില് അതിന് സത്യാവസ്ഥ നമ്മൾ പറഞ്ഞു തരാം വെള്ളപ്പൊക്കം വന്ന സമയത്ത് പൊന്നാനിയിൽ നമ്മുടെ ജനങ്ങള് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താകുമ്പോ നമ്മുടെ സാഹിബ് അവിടെ ജർമ്മനിയില് 5 സ്റ്റാർ ഹോട്ടലില് ആ സ്വിമ്മിംഗ് പൂളിൽ ബർമൂടിട്ട് ഇങ്ങനെ മുങ്ങിത്തായിരുന്നു പ്രതീകാത്മകമായൊരു നമ്മളെ സാഹിബ് നാട്ടുകാർക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഒരു സാഹിബ് ബിരിയാണി ചെമ്പിന്റെ ഉള്ളിൽ മറ്റേ സാഹിബ് വിദേശത്ത് സ്വിമ്മിംഗ് പൂളിന് പിന്നെ തുക്കൂറ ഇങ്ങനെയാണെങ്കിൽ ഈ നാട് എങ്ങനെയാണ് വികസിക്കുക വർത്താനങ്ങൾ പറയരുത് വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കുറവുകൾ വരുത്തിയിട്ടുണ്ടോ കഴിഞ്ഞ 40-48 കൊല്ലായിട്ട് ഈ മലപ്പുറത്തും പൊന്നാനിയിലും എന്ത് വികസനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. എന്ത് വികസനം ഉണ്ടാക്കിയെന്നോ നിങ്ങൾ എണ്ണിക്കോളി പോയാക്കാ എണ്ണിക്കോളി ഓരോന്നോരോന്നാക്കി എണ്ണിക്കോളി നമ്മൾ പറഞ്ഞാരാ തിരൂരിലുള്ള റെയിൽവേ സ്റ്റേഷൻ പിന്നെ ആര് കൊണ്ടുവന്നതാണ് തിരൂരിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആര് കൊണ്ടുവന്നവനെ ബ്രിട്ടീഷുകാർ അതൊക്കെ പോട്ടെ കാലാകാലങ്ങളായിട്ട് മുടങ്ങി കിടക്കണ പരപ്പനങ്ങാടിയിലെ ഹാർബർ കൊണ്ടുവന്നത് ആരാ 2 വർഷം 2 വർഷം പോട്ടെ പോട്ടെ അതൊക്കെ പോട്ടെ ചമ്മറോട്ട പാലവും റോഡും കൊണ്ടുവന്നത് ആരാ പാലോളി മുഹമ്മദ് കുട്ടി 2 വർഷം ആയിക്കോട്ടെ സമ്മതിച്ചിരിക്കണോ നിങ്ങൾ അവിടേക്ക് പോണ ആ റോഡ് കണ്ടിട്ടുണ്ടോ റോഡ് കണ്ടിക്കണോ കറുത്ത റോഡ് കണ്ടിക്കണോ അതിനോട് കൂടെ നമ്മള് വെളുത്ത വരാണ്ട് അത് കൊണ്ടുവന്നത് ആരാ നിങ്ങൾ തന്നെയോ എയർപോർട്ടിന്റെ നേരെ കൊടി കെട്ടിയതാരാ നമ്മൾ പറഞ്ഞു നടക്കി
അമ്പളം കുളിക്കൂ പോയാക്ക അങ്ങനൊന്നും നമ്മൾ വിടൂല കാറാമ്പുഴ പാലാറ് കൊണ്ടുവന്ന ചെങ്ങായി കാണാൻ ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ ഇനി നമ്മൾ വെളിപ്പെടുത്താൻ പോണതാണ് വികസനം. ഞങ്ങൾ അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങ് ദുബായിലുള്ള അറബിയിലേക്കും ഞങ്ങളുടെ സാഹിബുമാര് ചർച്ച ചെയ്ത് 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 അങ്ങ് ഏതിലോ പോവേണ്ടിയ സാധനം ഞങ്ങൾ പൊന്നാനി കൂടാണ് കൊണ്ടുവന്നത്. എന്താണ് അറബിക്കടലിൽ ഈ കാലായാല് ഇങ്ങനത്തെ പച്ചപ്പൊള്ളും പറഞ്ഞ് വന്നാല് ഞങ്ങൾ അറബിക്കടൽക്കടൽ നിങ്ങൾ ഭൂമിക്ക് പച്ചപ്പൊടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്കൊരു കാര്യം ഓർമ്മ ഇതിന് പച്ചപ്പൊടി കിട്ടിക്കോ. ചെമ്പ് 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 ബിരിയാണി ചെമ്പ് ചെമ്പ് കണ്ട നമ്മക്കെന്ത് പണമെന്താണ് ചെമ്പ് 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 ബിരിയാണി ചെമ്പ് ചെമ്പ് കണ്ട നമ്മക്കെന്ത് പണമെന്താണ്. അമ്പത്തെ തങ്ങളെ ഗണേശനല്ലേ ഗണേശനല്ല ഗണേശ് അതൊക്കെ മോദിയൊക്കെ എല്ലാരും പേരും തീ കൂട്ടിക്ക്. അതൊക്കെ വസ്ത്രമേഷല്ലേ ഇപ്പൊ ചൗക്കീദാറല്ലേ ചൗക്കീദാർ. ഈ ആയാലും ചൗക്കീദാറായാലും പോത്തിന്റെ മണം കേട്ടിട്ടാവാൻ വരുന്നേ ബിരിയാണി ചെമ്പ് കാക്കോടി ചങ്ങായിമാരെ. ചങ്ങന്മാരെ ഓനെ പിടിക്ക് ഇവനെ കുടിക്കണ എന്തെങ്കിലും നമ്മുടെ ബിരിയാണി കുടിക്കണം. വെക്കണം ഇനിയും വെക്കണം. നിങ്ങൾ ഇതുപോലുള്ള ഉള്ളിക്കറി ഉള്ളിക്കറിയാ ആ ഉള്ളിക്കറി ഗണേശ ഉള്ളിക്കറി അല്ലടാ സത്യമായിട്ട് ഞാൻ പോത്തന്നെ വെച്ചു. അതങ്ങ് ഡൽഹിയിൽ ഇവിടെ ഞങ്ങൾക്ക് ഇത് ഉള്ളിക്കറി അല്ലേ ഉള്ളിക്കറി. അവിടെ ഡൽഹിയില് അത് പോട്ടുകറി ഇവിടെ നമുക്കിത് ഉള്ളിക്കറി. ഇതെല്ലാം കൂടി ചേർന്നിട്ട് വടകര ബിരിയാണി പഴയ ഒരു ബേപ്പൂർ ടേസ്റ്റ്. പോയ വിമാനം കണ്ട് കണ്ട് ഹെഡ്മാസ്റ്റർ വിമാനത്തില് പിയോട് ബിരിയാണി ചെമ്പില് ഈ നാടകരെ നന്നവാണ്. ഇങ്ങളിപ്പോ പറഞ്ഞു 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 പറഞ്ഞ് വല്ലാതെ അങ്ങോട്ട് ചോപ്പുണ്ടോന്നൊരു സംശയം ഉണ്ടായില്ല. ഈ ചോപ്പ് എന്ന് പറഞ്ഞാലേ അക്രമരാഷ്ട്രീയ അല്ലേ കോയാക്ക? ഒന്നാമത് ഗണേശ നിങ്ങൾ മറ്റത്താകാതിരിക്കണെങ്കിലേ നിങ്ങൾ ഓരോ കൊല്ലാതിരുന്ന പോലെ ആരും കൊന്നില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിനെ വെടിവെച്ച് കൊന്നത് നിങ്ങളല്ലടാ. അതിന് പറഞ്ഞാല് ഞങ്ങളുടെ തോക്കിന്റെ ഉള്ളിൽ ഒരാളുണ്ട് അറിയാതെ പോയതല്ലേ? എടാ ഗുജറാത്തില് കലാപം നടത്തി ആയിരക്കണക്കിന്
ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത് കിടക്കണ നിങ്ങളുടെ മോട്ടക്ക് നോക്ക്. ആ തറച്ച് വീട്ടിൽ വെച്ചതിന് 10ന്റെ അച്ഛാണെന്ന് പറഞ്ഞ അക്രാത്തിന് തച്ച് കൊന്നതും നിങ്ങളെന്താ? അത് കളി വേറെയാ, അത് ഗോമാതാവാ. അതിന് തൊട്ട് കളിച്ചാ കളി മാറും. ചോദിക്കാനും ഒരു നാണം വരട്ടെ. അന്നോട് കണ്ടടാ, അന്നോട് നമുക്ക് ചോദിക്കാണ്ട്. ഇവിടെ നോക്ക്, ഡൽഹിയില് ധിക്കാര കൂട്ടകലാപം നടത്തിയിട്ട് കൊന്നടാ അല്ലെ? അതിനൊക്കെ നമ്മളെ ബാക്കി സമാധാനത്തിന്റെ വളരെ സമാധാനത്തിന് വെള്ളരി പ്രാക്ടീസ് സമാധാനത്തിന് വേണ്ടി ബോംബുണ്ടാക്കിയപ്പോ നാദാപുരത്ത് 5 വെള്ളരി പ്രാക്കൾ അത് പൊട്ടി മരിച്ചത് ചർന്നിനെ കുറെ അന്നീനായി ഓർക്കൊണ്ടി മറ്റത്തെ നിസ്കാരമില്ലല്ല അല്ലേ? അരിയത്തിപ്പോറിന്റെ മറ്റത്തെ നിസ്കാരം അരിയത്തിപ്പോറിന്റെ അവിടെ പിന്നെ ഇവിടെ തന്നെ അരിയത്തിപ്പോറ് അങ്ങോട്ട് അരിയത്തിപ്പോറ്. അത് പത്രക്കാര് വെറുതെ പറഞ്ഞിട്ടാക്കിയതാ. എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും, ഇതൊക്കെ അക്രമ രാഷ്ട്രീയത്തിലെ കാര്യത്തിലുള്ള കുട്ടളി. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗ്യാസ്, പെട്രോള്, ഇതൊക്കെ ഞങ്ങൾ വികസിപ്പിച്ചില്ലേ? പെട്രോളിന് 50 ഉറുപ്പ്യ സെഞ്ചുറിയാക്കിയില്ലേ? 350 ഉറുപ്പ്യ ഉണ്ടായിരുന്ന ഗ്യാസിന് 1000 അങ്ങോട്ട് തികച്ച്. ഇതല്ല ഞങ്ങളെ വികസനം. അതൊക്കെ എന്തിനാ? ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായ ശൗചാലയത്തിന് വേണ്ടിയല്ലേ? നാം എവിടെ ചിന്തിക്കുന്നുവോ അവിടെ നമുക്ക് ചങ്ങായിമാരെ, നിങ്ങൾ ആദ്യം ഉത്തരേന്ത്യയില് പട്ടിണി കിടക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർ ഓർക്കെന്തെങ്കിലും തിന്നാൻ തുടങ്ങിയത് തിന്നാലല്ലോ നൂറുണ്ടാവുള്ളൂ. लेकिन मेरे प्यारे देशवासियों, हर देश के विकास के इतिहास में ऐसे क्षण आए हैं जब एक शक्तिशाली और निर्णायक कदम की അല്ലട ചങ്ങായി, എന്റെ നേതാവ് തൊള്ള തൊന്നപ്പോ ചെത്തിനടാ പാഞ്ഞ് എങ്ങനെ ഓടി കണ്ടിരിക്കും. മുമ്പ് മൂപ്പര് ഇതേപോലെ ഒന്ന് തൊള്ള തുറന്നേന് ഈ നാട്ടിലെ ജനങ്ങള് അനുഭവിച്ച് കേട്ടുകള് കേട്ടോളി. വോട്ട് ചെയ്യാൻ വരിക്ക് നിൽക്കുമ്പോൾ ഓർക്കും നമ്മുടെ നോട്ടിനെ. നോട്ട് മാറാൻ കാത്ത് കാത്ത് അലാക്കിലായൊരു കാലമേ. വോട്ട് ചെയ്യാൻ വരിക്ക് നിൽക്കുമ്പോൾ ഓർക്കും നമ്മുടെ നോട്ടിനെ. നോട്ട് മാറാൻ കാത്ത് കാത്ത് അലാക്കിലായൊരു കാലമേ. വോട്ട് ചെയ്യാൻ വരിക്ക് നിൽക്കുമ്പോൾ ഓർക്കണം നമ്മുടെ നാട്ടിലെ. വോട്ട് ചെയ്യാൻ വരിക്ക് നിൽക്കുമ്പോൾ ഓർക്കണം നമ്മുടെ നാട്ടിലെ. നോട്ട് മാറാൻ കാത്ത് കാത്ത് കരഞ്ഞു നിന്ന മനുഷ്യരെ, ഉഴഞ്ഞു വീണ മനുഷ്യരെ, മരിച്ചുപോയ മനുഷ്യരെ. അരമുറുക്കിയൊടുത്ത് നമ്മൾ കാത്തുവെച്ച പണത്തിനെ. അരമുറുക്കിയൊടുത്ത് നമ്മൾ കാത്തുവെച്ച പണത്തിനെ തീരക്കടലാസാക്കിയെന്ന് പരിഹസിച്ച ഹിമാറിനെ. പരിഹസിച്ച ഹിമാറിനെ. നിങ്ങൾക്ക് കളി തിരിയാല് അന്ന് ആ ക്യൂവില് ഞാനൊന്ന് നിൽക്കും. അന്ന് ഈ ഇന്ത്യ രാജ്യത്ത് ഈ കാരണത്താൽ 160 പേരാ മരിച്ചത്. ശരിയാ, മൂപ്പനാദ്യം തൊള്ള തുറന്നപ്പോ അവങ്ങള് കോയേന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളാ.
ബാങ്കോക്കിന്റെ ചക്കോട് വെക്ക് അതോട് വെക്ക് ചെമ്പില് ഞമ്മളൊക്കെ ബിരിയാണി ഇതേ ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണമല്ല ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം ഞങ്ങൾ നടത്തി കല്യാണം അങ്ങനെയാണെങ്കിൽ കലണ്ടാക്കുന്ന ബിരിയാണി പോയെന്ന് തെറ്റും. അല്ല പിന്നെ വേറെ കാര്യം കല്യാണത്തിന്റെ ഇടയിലേ കുട്ടിക്കില്ലേ പണ്ടെടുത്തൊക്കെ മറക്കണ്ട എന്റെ സുദേവ നമ്മൾ സദാനന്ദന്റെ സ്വർണ്ണക്കടയിൽ നമ്മൾ സ്വർണ്ണേൽപ്പിച്ചിന് നാളെ രാവിലെ ബാങ്കിൽ പോവാ ആ പൈസ എടുക്കുക പ്രധാനമന്ത്രി പീടിയെ പോവാ സ്വർണ്ണം വാങ്ങുക അത്ര പോരെ പോരെ ഓളോ ഓളെന്താ മൈതാനിടാകുമ്പോ എന്താ ബ്യൂട്ടി പാർക്ക് പോയാലേ आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट നവംബർ 8 ബാങ്കിൽ ചെന്നപ്പോ പൈസ കിട്ടിയില്ല. പൈസ ഇല്ലാത്തത് പ്രധാനന്റെ സ്വർണം തന്നില്ല. സ്വർണം പൈസ ഇല്ലാത്തോണ്ട് ചെറുക്കന്റെ ബാപ്പ കല്യാണത്തിന് സമ്മതിച്ചില്ല. എന്റെ കുട്ടി ചോര നീരാക്കിയിട്ട് കുട്ടീന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടാക്കിയ പൈസക്ക് കടലാസിന്റെ വില പോലും നൽകാത്ത ചെങ്ങായിമാരെ നിങ്ങളോട് ജനം ചോദിക്കും. നാട്ടുകാരെ കല്യാണത്തിന് മുഴുവൻ കോയ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ കോയന്റെ മോളെ കല്യാണത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ കോയക്ക് കഴിഞ്ഞില്ല. ഈ സന്ദർഭം കൊണ്ട് കോയ ബിരിയാണി ഉണ്ടാക്കൂല. നിങ്ങളോട് ജനങ്ങള് കണക്ക് തീർക്കും. കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് നോട്ട് നിരോധനം നടപ്പിലാക്കി. ഇന്ന് അതിന്റെ ദുരിതം ഒരു ജനത മുഴുവൻ പേടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പിന്നെ ഓക്കി, നിപ്പ, പ്രളയം. ഈ സമയത്ത് ഇങ്ങനെ ജാതി ചോദിച്ചിങ്ങനെ കുത്തുന്നുണ്ട്. ഞാൻ പോകാം. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ആകെ വെള്ളം നിറഞ്ഞു വരിക. ഇപ്പൊ എന്താ ജാതി ആയിട്ടൊന്നും ഇല്ലേ? കൊയ്ത്തുപാട്ടിൻ കിനാവും മുങ്ങി, കൈതോല തോട് മുങ്ങി, വരമ്പും മുങ്ങി, പിന്നെ കതിരിട്ട കൊയ്ത്തുപാട്ടിൻ കിനാവും മുങ്ങി. അല്ലാ, നമ്മളെ നാടാകെ വെള്ളത്തിൽ മുങ്ങിയല്ലോ. 4 പാടുന്ന വെള്ളം വന്ന് കേരളം മുങ്ങിയപ്പോ ജനങ്ങൾ എന്തും ചെയ്യണമെന്നറിയാതെ പതറി നിന്നപ്പോ
നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരു വാക്കുണ്ടായി. വലിയ തകർച്ചയാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ആ തകർന്ന നിലയിലുള്ള അതേ അവസ്ഥ പുനഃസ്ഥാപിതരല്ല. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. നാളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങല്ലേ. അപ്പോ കേരളത്തിന്റെ പട്ടാളം നടന്റെ മക്കള് പങ്കായിട്ടാണ് ഇറങ്ങിയപ്പോ കോയലെ തട്ടുകൊണ്ടാണ് ഇറങ്ങി ക്യാമ്പിക്ക്. വെള്ളം ഇറങ്ങി തുടങ്ങി. മനുഷ്യന്റെ മനസ്സിന് നന്മയും ഇറങ്ങി തുടങ്ങി. സുധാകരൻ തന്നെ തുക്കൂറിന് ഒരു മാറ്റമില്ല. അതേ പൊടി, അതേ സ്വഭാവം. ആചാര്യന്നെ പെരുകല്യാണം നടത്തി അങ്ങനെ കൂടുക. പക്ഷെ ഗണേശ് ആള് വല്ലാണ്ട് മൂത്ത് ആചാരും വിശുദ്ധിയും അശുദ്ധിയൊക്കെ പറഞ്ഞ് മൂത്ത സംഖ്യ. അശുദ്ധിന്റെയും വിശുദ്ധിന്റെയും കാര്യം വന്നപ്പോ സുധാകരനും ഗണേശിന്റെ കുളം ഇവനൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചാൽ എത്താ ഉണ്ടാവാന്ന് നിങ്ങൾ ചിന്തിച്ചാ മതി. ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞിനി അനക്കൊരു രാഷ്ട്രീയ പാർട്ടി പക്ഷെ ഇപ്പൊ എന്റെ വർത്താനം കേട്ടപ്പോ പക്ഷെ അതേ സംശയിക്കണ്ട. പോയപ്പോ ഇടതുപക്ഷായിക്കണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാല് ഹൃദയപക്ഷം മാത്രമല്ല, ഏതെല്ലാത്തോണ്ട് ഏകം കൂടിയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് കോയന്റെ കുടുംബത്തിന്റെയും വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിനാ. നമ്മക്കൊക്കെ ഈ സമൂഹത്തിൽ ഇടഞ്ഞാണ്ടായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ ചെമ്പില് പച്ചക്കറി ബിരിയാണി മാണ്ടവർക്ക് പച്ചക്കറി ബിരിയാണി, കോഴി ബിരിയാണി മാണ്ടവർക്ക് കോഴി ബിരിയാണി, പോത്ത് ബിരിയാണി മാണ്ടവർക്ക് പോത്ത് ബിരിയാണി വെക്കാൻ കഴിയാത്ത കാലാത്. എല്ലാവരോടും ഞങ്ങളെ പാർട്ടി കോട്ട് ചെയ്യാൻ പറയുന്നത് അന്റെ പാർട്ടി ഭരിക്കണം. മധ്യപ്രദേശില് ഗോവധം നിരോധിച്ചിരിക്കണേ അറിയണക്ക്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും പാട്ട് പാടാനും ഇഷ്ടപ്പെട്ട പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാനും ഇവിടെ ഇടതുപക്ഷ ഭരണം. അങ്ങനാണ് ഈ കോയാക്ക ഇക്കുറി ഞങ്ങളൊന്ന് മാറ്റി ചിന്തിക്കും. അവിടെ കുത്തിരിക്കയില്ലേ ആ ചെക്കനെങ്കിലും പോയിട്ട് ഇനി മലക്കുടന്ന് നന്നാക്കട്ടെ. ആണോ എന്നാലേ ആ ചെക്കനെ പോയിട്ട് കുത്തന്നു അവിടെ കുത്തിരിക്കി കോയാക്ക അങ്ങോട്ട് കാപ്പിച്ചു. ഇഞ്ചിന്റെ കുടുംബത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിനാണ്. ഈ കല്യാണിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിലേ ഇവിടെ ഇടതുപക്ഷം വരണോ. അതുകൊണ്ട് ഇക്കുറി കല്യാണിന്റെ വീട്ടുകാരെ വോട്ടെ ഇടതുപക്ഷത്തിന് തന്നെയാണ്.
ചേട്ടാ നിങ്ങളൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാനായിട്ട് എന്താ പറയാ? ഇല്ല, ഇന്ന് മുതല് വെറും ഗണേശൻ. ഇങ്ങോട്ട് വരുന്നേ, ഇങ്ങോട്ട് വരി ഭായമാരെ ഇങ്ങോട്ട് വരി. അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കിയ മതേതര ബിരിയാണിന്റെ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. സന്ധിയിൽ ഇതന്റെ യുദ്ധമായി മതാധിപത്യ ശക്തി തന്നലർച്ച കേൾക്കയായി മുഖാമുഖം അടർക്കളത്തിൽ ഞങ്ങൾ നിൽക്കയായി അതാ ജനാധിപത്യ നെഞ്ചിടിപ്പു കേൾക്കയായി ഇതാ ചരിത്ര സന്ധിയിൽ ഇതന്റെ യുദ്ധമായി മതാധിപത്യ ശക്തി തന്നലർച്ച കേൾക്കയായി മുഖാമുഖം അടർക്കളത്തിൽ ഞങ്ങൾ നിൽക്കയായി അതാ ജനാധിപത്യ നെഞ്ചിടിപ്പു കേൾക്കയായി സ്വതന്ത്ര ഇന്ത്യയും മതേതരത്വവും അതിൻ ശുഭപ്രതീക്ഷ തൻ മുനമ്പു കേരളം സമത്വ ചിന്തയും